ശ്രീസ്വാമി, സിനിമകളിലെ ഉള്ളടക്കം വലിയൊരളവോളം സമൂഹത്തെ സ്വാധീനിക്കുന്നുണ്ട്. സ്വാഭാവികമായും അത് വ്യക്തികളുടെ സ്വഭാവ വ്യതിയാനത്തിലേക്ക് വഴിതെളിക്കുന്നു. സമീപകാലത്തിറങ്ങിയ ഒരു മലയാള സിനിമ വയലൻസിനെ ഗ്ലോറിഫൈ ചെയ്യുന്നത് നാം കണ്ടു. ഒരു വ്യക്തി ഡീസെൻസിറ്റൈസ് ചെയ്യപ്പെടാൻ ഇത് ധാരാളമല്ലേ? എന്ത് കണ്ടാലും ഒരു മരവിപ്പ്, അതൊന്നും നമ്മുടെ രോമത്തിൽ പോലും സ്പർശിക്കുന്നില്ലെന്നൊരു തോന്നൽ ഉണ്ടാകുന്നതിൻ്റെ ദുരന്തമല്ലേ നാം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അതിനോട് മുഴുവനായിട്ട് പൊരുത്തപ്പെടാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും സിനിമയുടെ ചില സാഹചര്യങ്ങൾ, സിനിമയുടെ ചില സംഭവങ്ങൾ ഈ പറയുന്ന വ്യക്തികളെ ഒരു പക്ഷേ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കാം. ഞാൻ ഒരു കാര്യം എക്സാമ്പിൾ പറയാം. പക്ഷേ സിനിമയെ നമ്മൾ മൊത്തമായിട്ട് കുറ്റം പറയാൻ പറ്റില്ല. സിനിമയുടെ കണ്ടൻറ്റ് എന്ന് പറയുന്നത് മൊത്തമായിട്ടിരിക്കും ഒരു സിനിമയെ ബാധിക്കില്ല. ആ സിനിമയുടെ ഏതെങ്കിലും, ഇപ്പം ഞാൻ പറയാം, വയലൻസ് എന്ന് പറയുന്ന ഒരു വിഷയം, ആ വയലൻസിൽ ഉപയോഗിക്കുന്ന ഒരു തന്ത്രം, ഇല്ലെങ്കിൽ ആ വയലൻസ് ഉപയോഗിക്കുന്ന ഒരു രീതി, ഇല്ലെങ്കിൽ ഒരു ആക്ഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ ഈ പറയുന്ന പോലെ ഏതെങ്കിലും സാഹചര്യം നിലവിലെ ജീവിതത്തിൽ ഒരാൾക്ക് വരികയാണെങ്കിൽ അയാൾ ആ സിനിമയുടെ ഓർമ്മയിൽ നിന്നും അത് ഉപയോഗിച്ചിട്ടുണ്ടാവാം. അല്ലാതെ സിനിമ അയാളെ ഇൻസ്പയർ ചെയ്തു എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. അല്ല, നോക്കൂ ശ്രീ സ്വാമി, എസ് എൻ സ്വാമി, വയലൻസ് ആവാം, പക്ഷേ അതിൻ്റെ ഒരു എക്സ്ട്രീമിലേക്ക് പോകുന്നത് ശരിയാണോ? നോക്കൂ, ഒരു കൊലപാതകം കണ്ടിരിക്കാം, പക്ഷേ നിഷ്ഠൂരമായിട്ടുള്ള 4ഉം 5ഉം കൊലപാതകങ്ങൾ അത് ബിഗ് സ്ക്രീനിൽ അവതരിപ്പിക്കുകയാണ്. സ്വാഭാവികമായും അത് ആസ്വദിക്കുന്ന ഒരു വലിയൊരു വിഭാഗം ഉണ്ട്. അതിനോട് യാതൊരു തരത്തിലും താല്പര്യമില്ലാത്തവരെ പോലും പരോക്ഷമായെങ്കിലും അത് സ്വാധീനിക്കുകയല്ലേ? ഇപ്പോൾ അതിനുശേഷം എടുത്തു നോക്കൂ. ഇപ്പോൾ ചേന്ദമംഗലത്ത് ഒരു യുവാവ് മൂന്ന് പേരെ പക്ഷേ അത് വെട്ടിക്കൊന്നു. ഇവിടെ വെഞ്ഞാറമൂട്ടിൽ വരുമ്പോൾ 5 പേരെ. അതൊരു കൊലപാതക പരമ്പര. അതിനിടെ രാവിലെ തുടങ്ങിയ, ഏകദേശം ഉച്ചയോടെ തുടങ്ങിയ കൊലപാതകം, ഇടയ്ക്ക് ഒരു ബ്രേക്ക്, അടുത്ത കൊലപാതകം. അപ്പോൾ നോക്കൂ, ആ ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിയിരിക്കുന്നു. അതിനെ നമ്മൾ ഇനിയും ഗൗരവത്തോടെ എടുക്കുന്നില്ലെങ്കിൽ ഉണ്ടാകുന്ന പരിണത ഫലം എന്തായിരിക്കും? ഇത്തരം കാര്യങ്ങളെക്കുറിച്ചിട്ട് ഒരു വിശദമായ ചർച്ചയും കാര്യങ്ങളും സിനിമാ സമൂഹവും ഗവൺമെൻറ്റും അതിനോട് കണക്റ്റഡായ ആൾക്കാരും തമ്മിൽ ചർച്ച ചെയ്യുന്നതാണ് അതിന് ഏറ്റവും അഭികാമ്യം. അല്ലാണ്ട് ഒരു വ്യക്തിയുടെ തീരുമാനം മാത്രമായിട്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഞാൻ പറയാം, ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ എല്ലാ സിനിമയിലായാലും ഈ പറയുന്ന, നിങ്ങൾ എടുത്തു പറയുന്ന സിനിമയിലായാലും എല്ലാ കണ്ടൻറ്റും ഒരുപോലെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല ആരെയും. ഈ പറയുന്ന പോലെ ചില പോർഷൻസ്. അതുമല്ല, നമുക്ക് ഇത്തരം കാര്യങ്ങളെ കുറിച്ചിട്ട് വിശദമായിട്ട് സൈക്കോളജിക്കലി എങ്ങനെ ഇമ്പാക്റ്റ് ഉണ്ടാക്കണം ഒരു സിനിമ കാണുമ്പോൾ, ഈ സിനിമയിലെ ചില വയലൻസ്, പ്രത്യേക രീതിയിലുള്ള ഹീറോയുടെ ആക്ഷൻസ്, മറ്റുള്ള പല കാര്യങ്ങളും ഒരു സാധാരണക്കാരനെ എങ്ങനെ സൈക്കോളജിക്കലി ഇൻഫ്ലുവൻസ് ചെയ്യണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അത് വളരെ ഇമ്പോർട്ടൻ്റാണ്. അത്തരം കാര്യങ്ങളെക്കുറിച്ചിട്ട് വളരെ ഈ പറയുന്ന, ഇപ്പോൾ ഞാൻ പറയാം, ഇംഗ്ലീഷ് സിനിമയിലൊക്കെ നമ്മൾ വയലൻസ് കാണാറുണ്ട്. അതൊന്നും എന്തുകൊണ്ട് അതൊന്നും അത്തരം കാര്യങ്ങളും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല? അപ്പോൾ ഒരുപാട് ഒരു ഘടകമായിട്ട് മാത്രം നോക്കിയിട്ട് നിർത്താനോ ഒതുക്കാനോ പറ്റത്തില്ല. എല്ലാ തരത്തിലുള്ള കോൺട്രിബ്യൂഷൻസും ഇതിനകത്ത് ഉണ്ടാകാൻ പാടില്ല എന്ന് പറയും. അതുമല്ല, ഇതുവരെ എൻ്റെ ഓർമ്മ, അപൂർവം ചില ക്രിമിനൽസ് സിനിമയിൽ നിന്ന് കണ്ടത് അങ്ങനെ തന്നെ അവർക്ക് ഇൻഫ്ലുവൻസ്ഡായി എന്നവർ പറയുന്നുണ്ട്. ഞാനില്ല എന്ന് പറയുന്നില്ല. പക്ഷേ എല്ലാം അതുമാത്രമാണോ കാരണം? ഈ മനുഷ്യൻ്റെ ബേസിക്കായിട്ട് സ്ട്രെസ്സ് എന്ന് പറയുന്ന സാധനം തനിക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത അളവിൽ ഏതെങ്കിലും ഒരു ചോദ്യം തൻ്റെ ഉള്ളിലുണ്ടായാൽ അതിന് ഉത്തരം കിട്ടാതെ വരുമ്പോഴാണ് നമ്മൾ വയലൻസിലേക്ക് പോകുന്നത്. ആണോ? അല്ലേ?
നമ്മുടെ ഉള്ളിൽ ഏതെങ്കിലും ഒരു വിഷയം, ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കിട്ടാതെ വരുമ്പോഴാണ് നമ്മൾ ആ ഉത്തരം കിട്ടാനുള്ള നമ്മുടെ ധൃതിയും നമ്മുടെ അത്യാവശ്യവും നിറവേറ്റാൻ കഴിയാതെ വരുമ്പോഴാണ് നമുക്ക് സ്ട്രെസ്സ് കൂടുതൽ വരികയും നമ്മൾ പോലും നമ്മുടെ വിവേകത്തെ മറക്കുകയും വിവേചനത്തെ മറക്കുകയും നമ്മൾ വയലൻ്റ് ആവുകയും ചെയ്യുന്നത്. അതാണ് അതിൻ്റെ ഫസ്റ്റ് ഈ താമരശ്ശേരിയിലെ കുട്ടികൾ അങ്ങനെ എന്തെങ്കിലും സ്ട്രെസ് അനുഭവിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പ്രാക്ടിക്കലിലേക്ക് വരും. അല്ല, അത് എന്താ സാർ കാരണം? സിനിമ കണ്ടിട്ട് സിനിമ പോലെ അവർ തമാശയ്ക്ക് ചെയ്തതാണെന്നാണോ സാർ പറയുന്നത്? ഒരിക്കലുമല്ല, ഞാനത് പറയുന്നില്ല. ശരിയിലെ കുട്ടികൾ തമാശയ്ക്ക് ചെയ്തു. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അഭിപ്രായ വ്യത്യാസം പറയാറുണ്ട്. ഒന്നുകിൽ പിച്ചും ഒന്നുകിൽ മാന്തും നുള്ളും ഇതൊക്കെയുണ്ട്. അതിലങ്ങ് അവസാനിക്കും. പിറ്റേ ദിവസം കെട്ടിപ്പിടിച്ച് നടക്കുകയും ചെയ്യും, അതവിടെ തീരും. പക്ഷെ അങ്ങനെയല്ല. ഇതൊരു കൊലപാതകം ആസൂത്രണം ചെയ്യുകയാണ്. ഒരു ഗ്രൂപ്പിൽ കൊലപാതകം ആസൂത്രണം ചെയ്യുന്നു. മാരകായുധം എടുത്ത് തലയ്ക്ക് അടിക്കുകയാണ്, തലയോട്ടി പൊട്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ പറയുന്നത് അതിൽ ഈ സമീപകാലത്തിറങ്ങിയ സിനിമയ്ക്ക് പോലുള്ള സിനിമ ഉണ്ടാക്കിയൊരു സ്വാധീനം അത് കുറച്ച് കാണാൻ പറ്റില്ല. അല്ലാതെ ഈ എന്തെങ്കിലും ഒരു സ്ട്രെസ്സിന് അടിപ്പെട്ട് പെട്ടെന്ന് ചെയ്തതൊന്നുമല്ല. ഇത് ബോധപൂർവം ആസൂത്രണം ചെയ്തതാണ്. അവൻ ഇങ്ങനെയൊക്കെ ചെയ്തു. അതായത് DJ പാർട്ടിക്കിടയിൽ എന്തോ കറണ്ട് പോയി, അതിനെ ചൊല്ലിയുള്ള പ്രശ്നങ്ങളാണ്. അതിന് കാരണക്കാരൻ ഈ കുട്ടിയാണ്, കൊല്ലപ്പെട്ട കുട്ടിയാണ്. അതുകൊണ്ട് അവന് ഒരു പണി കൊടുക്കണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ കരുക്കൾ നീക്കി കൃത്യമായിട്ട് ആ പ്ലാൻ നടപ്പിലാക്കുന്നു, അതോ ഓപ്പറേഷൻ നടപ്പിലാക്കുന്നു. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് നമ്മുടെ കുട്ടികൾ 10ാം ക്ലാസ് വിദ്യാർത്ഥികളാണ് ശ്രീ എസ് എൻ സ്വാമി. 10ാം ക്ലാസ് വിദ്യാർത്ഥികളാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ആകുലത വർദ്ധിക്കുന്നത്. നമുക്കൊക്കെ മക്കളുള്ളതല്ലേ. എനിക്കും കോളേജിൽ പഠിക്കുന്നൊരു കുട്ടിയുണ്ട്. ഞാൻ സമ്മതിച്ചു. പക്ഷേ ഞാൻ പറഞ്ഞത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഒരു ആസൂത്രിത കൊലപാതകത്തിനോ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു കൊലയ്ക്ക് വേണ്ടിയോ ഒരു സിനിമയിലെ സംഭവം ടോട്ടലായിട്ട് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യണു എന്നൊരു കാര്യത്തിന് മാത്രമേ എനിക്ക് അഭിപ്രായ വ്യത്യാസമുള്ളൂ. കാരണം സിനിമ എന്ന് പറയുന്ന നമുക്ക് ഒരു കാര്യം നന്നായിട്ടറിയാം. നമ്മൾ എന്ത് സിനിമ എടുത്താലും ആ സിനിമ നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഗവൺമെൻറ് ഓർഗനൈസേഷൻ ഉണ്ട്, സെൻസർ ബോർഡുണ്ട്. അവരും കൂടെ അത് കണ്ട് അവർ പാസ്സാക്കിയ സിനിമയാണ് നമ്മൾ പബ്ലിക്കിനെ കാണിക്കുന്നത്. അതിനകത്ത് പാടില്ലാത്തതിനെ പ്രത്യേകം അവർ പറയുന്നത് ഇത്ര വയസ്സിൽ കാണാൻ പാടില്ല, ഇത്ര അല്ലാതെ ഒരിക്കലും ഗവൺമെൻറ് ഓർ ദി സെൻസർ ബോർഡ് കൊടുക്കാൻ പാടില്ലായിരുന്നെങ്കിൽ കൊടുക്കാൻ പാടില്ല, അത്രയേ ഉള്ളൂ. കാരണം ഗവൺമെൻറ്റിനുള്ള അവകാശമുണ്ട്, അധികാരമുണ്ട്. തീർച്ചയായിട്ടും അവർക്ക് അതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള റിട്ടൺ നോട്ട്സ് ഉണ്ട് അവരുടെ കയ്യിൽ. ഇങ്ങനെ ഇത് ഫോളോ ചെയ്യണമെന്നുണ്ട്. ആ ഫോളോ ചെയ്യുന്ന വിഷയം അവർ നിർബന്ധമായിട്ട് അത് റിലീസിന് ശേഷവും അത് ഈ പറയുന്ന പോലെ അവരുടെ സമ്മതമില്ലാതെ അവരോട് അറിയിക്കാതെ അവർ തിരിച്ചതിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന് എതിരായിട്ട് നീങ്ങാനുള്ള നിയമവ്യവസ്ഥതകളുണ്ട് ഇവർക്ക്. അത് സ്ക്രൂട്ടനൈസ് ചെയ്യേണ്ടതും നോക്കേണ്ടതും സെൻസർ ബോർഡാണ്. ശ്രീ എസ് എൻ സ്വാമി, സിനിമ എന്തായാലും ഒരു സന്ദേശം കൊടുക്കണമല്ലോ, സമൂഹത്തിന് മുന്നിൽ ഒരു സന്ദേശം അവതരിപ്പിക്കണം അല്ലേ? ഇത്തരം സിനിമകൾ കൊടുക്കുന്ന സന്ദേശം എന്താണ്? ഇപ്പോൾ താങ്കൾ ഒരുപാട് ജനപ്രിയ സിനിമകൾക്ക് തിരക്കഥ എഴുതിയൊരു വ്യക്തിയാണ് അല്ലേ? താങ്കളുടെ സിനിമകൾ ഒരുവിധം എല്ലാം കണ്ടൊരു ആൾ കൂടിയാണ് ഞാൻ. പക്ഷേ നോക്കൂ, ഒരു താരതമ്യം നടത്തി നോക്കിയേ. അക്കാലത്തെ സിനിമകൾ, ഇപ്പോഴത്തെ സിനിമകൾ. ഇവിടെ ഇതുപോലെ വയലൻസ് ഗ്ലോറിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളെയൊക്കെ ഡീസെൻസിറ്റൈസ് ചെയ്യുന്ന ഇത്തരം സിനിമകൾ കാണാൻ ആളുകൾ തള്ളിക്കയറുകയാണ് തിയേറ്ററുകളിലേക്ക്. ഇപ്പോൾ അത് OTT പ്ലാറ്റ്ഫോമിൽ അവൈലബിളാണ്. തീരുന്നില്ല, അത് കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് സന്ദേശമാണ് ഇത്തരം സിനിമകൾ കൊടുക്കുന്നത്?